കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും? ഞാനിപ്പോൾ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ഓഫീസിലാണ്. ഇവിടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ആകാംക്ഷാപൂർവ്വം ഇരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും എന്ത് വാർത്തയായിരിക്കും പുറത്തേക്ക് വരിക? ആരായിരിക്കും മുഖ്യമന്ത്രി? അത് കെ സി വേണുഗോപാലോ, വി ഡി സതീശനോ, രമേശ് ചെന്നിത്തലയോ? ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകരും നേതാക്കളും എല്ലാം പറയുന്നത് രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ്. എല്ലാവരുടെയും നിലപാട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഈ നാടിൻ്റെ നായകനാണ്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പറയുന്നു രമേശ് ചെന്നിത്തല ആവും മുഖ്യമന്ത്രി. ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസമായി, 10 ദിവസങ്ങൾ പിന്നിടുന്നു. ഒത്തിരി വൈകിയെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ. അത് ആരും അതിനകത്ത് പരിഭവപ്പെടേണ്ട കാര്യമില്ല. അത് നടക്കേണ്ട സമയം നടന്നു. നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇരിക്കുകയാണ്. ആരായിരിക്കും ഈ 3 പേരിൽ മുഖ്യമന്ത്രി എന്നുള്ളത്? ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല. അദ്ദേഹം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഹരിപ്പാട്ടുകാരുടെ ആഗ്രഹം. രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അത് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? എന്താണ്? രമേശ് ചെന്നിത്തല ഇന്നും മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരും, ഉറപ്പായിട്ടും. രമേശ് ചെന്നിത്തല ഇവിടേക്ക് മുഖ്യമന്ത്രിയായി തന്നെ വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അത് തന്നെയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ദില്ലിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടിക്കാഴ്ച നടത്തുന്നു. പക്ഷേ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നില്ല. അതൊക്കെ എത്തും. കോൺഗ്രസ് പാർട്ടിയല്ലേ, എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാകും. രമേശ് ചെന്നിത്തല 1-ാം നമ്പർ കാറിലൂടെ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. UDF വലിയ വിജയമാണ് നേടിയത്. പക്ഷേ എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അത് അണികൾക്കിടയിൽ ഒരു നിരാശയ്ക്കിടയാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ജനാധിപത്യപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പല മുഖങ്ങൾ, പല യോഗ്യതയുള്ള മുഖങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിലൊരാളിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും പ്രയാസമാണ്. മറ്റുള്ള താരങ്ങളിൽ ഒരാളെ മാത്രം മുന്നിൽ നിർത്തി ഇലക്ഷൻ നേരിടുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ അടിമയെ പോലെ പണിയെടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നേതാവിനെ തിരഞ്ഞെടുക്കാൻ കുറച്ച് താമസമുണ്ടാകും, അത്രയും ഉള്ളൂ. ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തല പോയപ്പോൾ കണ്ടിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്? അദ്ദേഹത്തിന് വിശ്വാസത്തിലാണ്. അദ്ദേഹം നിങ്ങളുടെ നേതാവ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കും. എന്താണ് ഇവിടുന്ന് പോയപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ് പോയത് നിങ്ങളോടൊക്കെ? അല്ല, നമ്മളൊരു വ്യക്തി അങ്ങനെ ഓപ്പണായിട്ട് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ലല്ലോ. അദ്ദേഹത്തിന് പ്രത്യാശയുണ്ട്, തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം അർഹനുമാണ്. അന്നേരം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം ഹരിപ്പാട്ടെ നിവാസികളുടെ ചിരകാല എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ നിലയിലേക്ക് അത് എത്തിച്ചേരുവാന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പരിമലപ്പള്ളിയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു കുർബാനയൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴെന്താണ് മനസ്സിൽ തോന്നുന്നത്? ഇപ്പോൾ മനസ്സിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരും. ഹരിപ്പാടിൻ്റെ മണ്ണിൽ പാവങ്ങളുടെ പടത്തലവനായി, കേരളത്തിൻ്റെ ജനനായകനായി എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇന്നും അന്നുമുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ പരിമലപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ നീളത്തിലുള്ള മെഴുകുതിരി വരെ ഞാൻ നേർച്ച ചേർന്നിട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിരിക്കും. 1-ാം നമ്പർ കാർ ഹരിപ്പാടിൻ്റെ മണ്ണിലെത്തിയിരിക്കും. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് വൈകുമ്പോൾ അത് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു നിരാശയുണ്ടോ? പല വാർത്തകളൊക്കെ വന്നിരുന്നു. വിവാഹ വീടുകളിൽ പോകാൻ കഴിയുന്നില്ല, മരണ വീടുകളിൽ പോകാൻ കഴിയുന്നില്ല. എല്ലാവരും ചോദിക്കുന്നു എവിടെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു ഇതില്ല, കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയാണ്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. മറ്റ് ഇടതുപക്ഷ പാർട്ടികളെ പോലെ ഈ ഒറ്റയാൾ ഇതല്ല. ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരുപാട് നേതാക്കന്മാരുണ്ട്, എല്ലാവരും യോഗ്യരാണ്. ഉമ്മൻചാണ്ടി സാറിന് ശേഷം ഏറ്റവും അർഹൻ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. അദ്ദേഹവും ഞങ്ങളും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കാര്യത്തിൽ. AICCയുടെ ഭാഗത്തും ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഈ 3-ൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു തർക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ കാര്യമില്ല. ഹൈക്കമാൻഡ് ഒരു സമയത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ അത് അംഗീകരിച്ചാണ് മുന്നോട്ട് പോകാറുള്ളത്. അന്നേരം അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പ്രായോഗിക തലത്തിലുള്ള മേൽത്തട്ടിലൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ, അതിനൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതനുസരിക്കുക എന്നുള്ളത് എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പോൾ ഈ 3 പേരും യോഗ്യർ തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. രമേശ് ചെന്നിത്തല ആയാലും വി ഡി സതീശനായാലും
കെ.സി. വേണുഗോപാലായാലും 3 പേരും ഒരേ രീതിയിൽ മികവ് പുലർത്തിയവരാണ്. അപ്പോൾ ഇതിൽ ഒരാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഒരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു എപ്പോഴും വി ഡി സതീശൻ പറയുന്നത് ടീം UDF എന്നാണ്. അത് തകരാനുള്ളൊരു സാധ്യതയുണ്ടോ ഇനി സമീപ ഭാവിയിൽ? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണോ? എക്കാലവും കോൺഗ്രസിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നേതൃത്വപരമായ കഴിവ് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും AICCയുടെ പ്രഖ്യാപനം കാത്ത് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇരിക്കുകയാണ്. 1-ാം നമ്പർ സ്റ്റേറ്റുകാർ ഹരിപ്പാടിൻ്റെ മണ്ണിലേക്ക് ഓടിയെത്തും താമസിയാതെ എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലിരുന്നു കൊണ്ട് നേതാക്കളും പ്രവർത്തകരും എല്ലാം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.